മാർ തോമാശ്ലീഹയാൽ AD 52 സ്ഥാപിതമായ വടക്കൻ പറവൂർ കോട്ടക്കാവ് മാർത്തോമാ തീർത്ഥാടന കേന്ദ്രത്തിൽ 1952 ദുക്റാന തിരുനാൾ ജൂലൈ 1, 2, 3 തീയതികളിലായി ആഘോഷിക്കുന്നു. ജൂലൈ 1 തിങ്കളാഴ്ച എറണാകുളം അങ്കമാലി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി പെരുമായൻ്റെ കാർമ്മികത്വത്തിൽ കൊടികയറ്റും. ബുധനാഴ്ച രാവിലെ സമൂഹ മാമോദീസയും മാമോദീസ നവീകരണവും നടത്തും. തിരുനാൾ കുർബാനയ്ക്ക് ശേഷം പള്ളിചുറ്റു പ്രദക്ഷിണവും നേർച്ച സദ്യയും ഉണ്ടാകും. തിരുനാളിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഫാദർ ജോസ് പുതിയടത്ത്, ഫാദർ സുജിത്ത് കുവേരി, ബിനോയ് ആൻഡ്രൂസ് റാമ്പിക്കൽ, ബോസ്കോ പയ്യപ്പള്ളി, ജോസ് കണ്ണമ്പുഴ, റോയ് ദേവസി തെക്കിനടത്ത്, പിയൂസ് പഞ്ഞിക്കാരൻ, മോൻസി മൂഞ്ഞപ്പള്ളി, ജോസ് മുട്ടൻതോട്ടിൽ, ജോസ് ജോർജ് മാമ്പള്ളി, ജിജു പാലയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. വിശുദ്ധ തോമാശ്ലീഹായുടെ 1952 ദുഹറാന തിരുനാൾ ജൂലൈ 1, 2, 3 തീയതികളിലായിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. മാർത്തോമാശ്ലീഹായാൽ സ്ഥാപിതമായ ദേവാലയമാണ് പറവൂർ കോട്ടക്കാവ് ദേവാലയം. AD 52 കേരളക്കരയിലെത്തിയ മാർത്തോമാശ്ലീഹ ആ വർഷം തന്നെ പറവൂർ കോട്ടക്കാവിലെത്തുകയും ഇവിടെ ഒരു കുരിശ് നാട്ടിക്കൊണ്ട് ദേവാലയത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തതാണ് ഈ ദേവാലയത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം. ഭാരതത്തിലെ തന്നെ ആദ്യത്തെ ദേവാലയമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. എങ്കിലും വിശ്വാസികളെ സംബന്ധിച്ച് മാർത്തോമാശ്ലീഹായുടെ മരണത്തിൻ്റെ വാർഷിക ദിനമാണ് ദുഹ്റാന തിരുനാൾ. ഓർമ്മ തിരുനാൾ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. ദുഹ്റാന തിരുനാളിൻ്റെ അർത്ഥം അത് തന്നെയാണ്. വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ 1952 ചരമവാർഷികം കൂടിയാണത്. AD 72 മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ചാണ് അദ്ദേഹം കുന്തത്താൽ കുത്തപ്പെട്ട് വധിക്കപ്പെട്ടത്. ക്രിസ്തുവിന് രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ ശ്ലീഹായുടെ ഈ മരണത്തിരുന്നാൾ സാർവത്രിക സഭയിൽ എല്ലാ വർഷവും ജൂലൈ 3 തീയതി ആഘോഷിക്കപ്പെടുകയും ആചരിക്കപ്പെടുകയും ചെയ്യുന്നു. മാർത്തോമാശ്ലീഹ എന്ന വിശ്വാസം സ്വീകരിച്ചവരായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്, ഭാരത ക്രൈസ്തവരെ സംബന്ധിച്ച് അവരുടെ പിതാവിൻ്റെ മരണവാർഷികം കൂടിയാണിത്. വിശ്വാസത്തെ അവരുടെ പൂർവ്വപിതാവായ മാർത്തോമാശ്ലീഹായുടെ ചരമവാർഷികം. ഈ ഇടവകയെ സംബന്ധിച്ചത് ആവേശത്തോടും വളരെയേറെ സന്തോഷത്തോടും കൂടിയാണ് ഇടവകയിലെ ജനങ്ങൾ ഈ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നതും ഈ തിരുനാൾ നടത്തിപ്പിനായിട്ട് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് അതിൻ്റെ കീഴിൽ ആഘോഷമായ തിരുനാളിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ജൂലൈ 1 തീയതി തിങ്കളാഴ്ച വൈകിട്ട് 5:30 മണിക്ക് കൊടി ഉയർത്തിക്കൊണ്ട് തിരുനാളിന് തുടക്കം കുറിക്കും. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി പെരുമായൻ അച്ഛനാണ് കൊടിയുയർത്ത കർമ്മം നിർവഹിക്കുന്നത്. അതേ തുടർന്ന് വികാരി ഫാദർ ജോസ് പുതിയടത്തിന് മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലിയും തുടർന്ന് പിതാവിനോടുള്ള നവേന പ്രാർത്ഥനയും നടത്തപ്പെടും. 2 തീയതി ചൊവ്വാഴ്ച തിരുനാളിൻ്റെ വേസ്പര ദിനമാണ്. അന്നേ ദിവസം വൈകിട്ട് 5:30 മണിക്ക് ആഘോഷമായി തിരുനാൾ കുർബാന അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മെൽവിൻ ചിറ്റനപ്പള്ളി അച്ഛനാണ്. 3 തീയതി തിരുനാൾ ദിനം രാവിലെ 5:30 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി തിരുനാൾ ദിനത്തിലെ കർമ്മങ്ങൾ ആരംഭിക്കും. 9 മണിക്ക് മാർത്തോമാശ്ലീഹ മാമോദീസ നൽകിയ തീർത്ഥക്കുളം, പഴയ ദേവാലയത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ആ തീർത്ഥക്കുളത്തിൻ്റെ കരയിൽ വെച്ച് വിശ്വാസികളുടെ മാമോദീസ വ്രതങ്ങൾ നവീകരിക്കുന്ന കർമ്മമാണുള്ളത്. ഇവിടെ എത്തുന്ന തീർത്ഥാടകരെല്ലാവരും തന്നെ അവരുടെ മാമോദീസ വ്രതങ്ങൾ ഈ കുളക്കരയിൽ വെച്ച് മാർത്തോമാശ്ലീഹ മാമോദീസ നൽകിയ കുളക്കരയിൽ വെച്ച് നടത്തിക്കൊണ്ട് അവരുടെ മാമോദീസ വ്രതങ്ങൾ നവീകരിക്കുന്നു. അങ്ങനെ അവരുടെ വിശ്വാസം അവരൊരിക്കൽ കൂടി ഏറ്റുപറയുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് മാർത്തോമാശ്ലീഹ യേശുവുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞത്. ഈ പിതാവിനോടൊപ്പം ഇവിടെ എത്തുന്ന തീർത്ഥാടകരും ഏറ്റുചൊല്ലുന്ന പ്രാർത്ഥന അത് തന്നെയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള ആ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികളും പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്നത്. തിരുനാൾ ദിവസം 9:30 മണിക്കാണ് ആഘോഷമായ തിരുനാൾ കുർബാന നടത്തപ്പെടുന്നത്. ഇവിടുത്തെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട പോൾ മനയമ്പള്ളി അച്ഛൻ മുഖ്യ കാർമ്മികനായി ബലിയർപ്പിക്കും. അതിൽ വചന സന്ദേശം നൽകുന്നത് മൈനർ സെമിനാരി റക്ടറായ പെരിയ ബഹുമാനപ്പെട്ട ജിമ്മി പൂച്ചക്കാട്ട് അച്ഛനാണ്.
1 മണിക്ക് ലത്തീൻ റീത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. 3 മണിക്കും 5 മണിക്കും കുർബാനകൾ ഉണ്ടായിരിക്കും. 9:30 മണിയുടെ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം പള്ളി ചുറ്റിയുള്ള തിരുനാൾ പ്രദക്ഷിണം നടത്തപ്പെടും. പഴയ രൂപമാണ്, ഇവിടുത്തെ അത്ഭുത രൂപമാണെന്ന് പ്രദക്ഷിണത്തിന് ഇറക്കുന്നത്. മാർത്തോമാശ്ലീഹായുടെ 400 വർഷത്തോളം പഴക്കമുള്ള അത്ഭുത രൂപവും പേറിയാണ് ആ തിരുനാളിൻ്റെ പ്രദക്ഷിണം നടത്തപ്പെടുന്നത്. അതേ തുടർന്ന് 12 മണിക്ക് 10,000-ഓളം ആളുകൾക്കായി ഒരുക്കിയിരിക്കുന്ന നേർച്ച സദ്യയുടെ തുടക്കം കുറിക്കും. നേർച്ച സദ്യ ആശീർവദിച്ച് നൽകുന്നതിലൂടെ ആരംഭിക്കുന്ന നേർച്ച സദ്യയിൽ ദേശവാസികളും വിദൂര സ്ഥലങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികളും എല്ലാ സ്നേഹിതരും ഇവിടെ ഒന്നുചേരുന്നു. എല്ലാവരെയും ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്കും ഇവിടെ വിശുദ്ധന്റെ ബഹുമാനാർത്ഥം നടത്തപ്പെടുന്ന നേർച്ച സദ്യയിലേക്കും ദേശവാസികളായ എല്ലാവരെയും, ഇടവജനങ്ങളെയും മറ്റെല്ലാ തീർത്ഥാടകരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു.